ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്പൈനി ടേർട്ടിലിനെ കാണിക്കണം. അതേപോലെ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മളെ ആൽബിനോ സ്നൈൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറില്ലേ അവിടെ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ എക്സ്പയറി ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മളത് മാറ്റും. 6 മാസം അതിൻ്റെ ടൈം, 1 വർഷം വരെ പോകാമെന്നാണ്. പക്ഷേ നമ്മൾ 6 മാസം കൊണ്ട് തന്നെ നമ്മൾ മാറ്റും. അപ്പോൾ ആ മാറ്റുന്ന സമയത്ത് അതിലുള്ള ലിക്വിഡും അതുപോലെ പൗഡറെല്ലാം നമുക്ക് അടിച്ച് പിന്നെ ഇതാക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൂടി കാണിച്ചു കൊടുക്കാമല്ലോ. ചിലപ്പോൾ ഈ ഫയർ ഉണ്ടാകുന്ന സമയത്തുള്ള വീഡിയോസിലെല്ലാം മാത്രമേ ഇതെല്ലാം കാണാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയെന്നുള്ളത്, അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഇത് പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ. നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിൽ കാണിക്കേണ്ടതല്ല, എന്നാലും ഒരു പൊതുവായ ഉപകാരമുള്ളൊരു കാര്യമായതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുപോലെ ഇവരാണ് പേരെന്താണ്? സന്തോഷ് സാറാണ് ഇത് ചെയ്യുന്നത്. സന്തോഷ് സാർ നമ്മൾ വീഡിയോയിലും കാണുന്നത് ആദ്യം ഒന്നും പറഞ്ഞിട്ട് കേട്ടോ, പെട്ടെന്ന് എന്നോട് പറയുന്നത് പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്കൊരു കാര്യം, നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇതൊന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് അടിക്കുന്നൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരം കാരണം ഇത് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ സമയമാകുമ്പോൾ അത് കളയണം. അപ്പോൾ നമുക്കൊരു ഉപകാരത്തിലേക്ക് കൂടി കളയാം. ഓക്കെ, ബീച്ചിലേക്ക് പോകല്ലേ? അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആദ്യം വെക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിച്ച് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മളെ പ്രേമച്ചനി അഗസ്റ്റേട്ടനി ഇവരെല്ലാം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ മനസ്സിലാവണ്ടേ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് ഏതായാലും ഇവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒന്ന് ആക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇതായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രിക് ഫയർ, ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എന്ത് തീപിടുത്തത്തിനും ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ഇതിലെന്താ ഉള്ളത്? മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഓക്കെ, ഇതിലുപയോഗിക്കുന്ന പറഞ്ഞാൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണല്ലേ. ഓക്കെ, ഇതെല്ലാ തീപിടുത്തത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഇത് നമ്മൾ ഇലക്ട്രിക്കലി അങ്ങനത്തെ ഇതിനു വേണ്ടി മാത്രം. ഏതായാലും നമുക്കിത് ആദ്യം ഉപയോഗിച്ച് നോക്കാം. ഇത് വലിക്കലല്ലേ? വലിച്ച് ഇതേ ഒന്നുമില്ലല്ലേ? കഴിഞ്ഞ്. ഓക്കെ, ഇത് തിരിച്ച സംഭവം സെറ്റായി അല്ലേ? ഇത് ഇത്ര ഇങ്ങനെ വരും? ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര പവറിലങ്ങ് പോകും. കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഡേറ്റ് ആയതുകൊണ്ടാണ് ഇത് വരാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ തീയിൽ ഏരിയയിലേക്ക് ഇങ്ങനെ ഇതിപ്പോൾ ഈ സാധനം കൊണ്ട് തീയിൽ ഏരിയയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീ പിടിക്കാനാണ് ചാൻസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതല്ലേ സംഭവം, ഇതെല്ലാം ഏകദേശം പോയിന്ന് തോന്നുന്നു. നമ്മളെ ബീച്ചിലല്ലേ ഇത് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ടോ? ഇത് ഷോക്ക് അടിക്കുന്നു. അതൊന്നല്ല, തൊട്ട് നോക്കി. തണുപ്പല്ല, ഷോക്ക് അടിക്കാൻ അതിനകത്ത് എന്തെങ്കിലും വേണ്ടല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉപയോഗം. സംഭവം അതിൻ്റെ അകത്ത് വലിയ വലിയ പീസെല്ലാം വീണ്. അപ്പോൾ സംഭവം പൗഡർ ഏകദേശം ഡ്രൈ ആയി അല്ലേ? ഇത് സംഭവം തന്നെ കറക്റ്റ് സമയത്ത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ടൈമിന് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇത് ഡേറ്റ് എല്ലാം എക്സ്പയർ ആയിട്ട് കുറേ നാൾ, ഇപ്പോൾ അധിക സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഡേറ്റ് എല്ലാം എക്സ്പയർ ആയിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് വെക്കുന്ന ഇപ്പം നല്ല രീതിയിൽ പുക വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൈപ്പിൽ ആദ്യം അതെല്ലാം ബ്ലോക്ക് ആയിട്ട് ഉണ്ടായിന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം നല്ല ഫോഴ്സിൽ വരുന്നുണ്ടല്ലോ. കുലുക്കണോ? ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ സംഭവം ആദ്യം തിരിച്ചത് ശരിയായില്ല, നമ്മൾ തെറ്റിദ്ധരിച്ചട്ടാ. ഇപ്പം എത്ര ഫോഴ്സിൽ വരുന്നു. അപ്പോൾ ആദ്യം അതൊന്നും ഇത് ഓണാക്കാണ്ട് വെച്ചതുകൊണ്ട് അതിൻ്റെ അത്ര പവർ കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇത് ഇത്ര ഫാസ്റ്റിൽ വരുമെന്നുള്ളത്. അതിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, അപ്പോൾ സെറ്റ്, ആ കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് പൗഡർ ഇതെങ്ങനെ എടുക്കാം? പൗഡർ എന്ന് പറഞ്ഞാൽ പൗഡർ ഉപയോഗിക്കേണ്ടത് പാസ് മെത്തേഡ്. പുൾ ദ പിൻ, ഹോൾഡ് ദ പൈപ്പ്, പുഷ്. ഓക്കെ, എല്ലാ സംഭവം ഉപയോഗിക്കാണ്ട് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കേണ്ടി വരുമോ? ഇതിപ്പോൾ ഈ തീ പിടിച്ചാൽ നിങ്ങളെല്ലാം വിളിക്കേണ്ടി വരും കേട്ടോ മിക്കവാറും. ഇത് മറ്റേ ആംബുലൻസിൻ്റെ ഇത് മറ്റേ ആംബുലൻസിൻ്റെ കേസ് പറഞ്ഞ മാതിരിയാണ്. ഉപയോഗം ആവശ്യമില്ലാണ്ടിരിക്കട്ടെ.
പിടിച്ചില്ലേ ആദ്യം പൈപ്പ് പിടി. പൈപ്പ് നേരെ പിടിക്കണ്ടേ ഇതല്ലേ? ഓ ഇത് കൊള്ളട്ടാ, തീപ്പൊരി സാധനം. അതോ ആ പറയുമ്പോലെ പൗഡർ ആണെല്ലാം ആവട്ടാ. അതാലോചിച്ചിട്ട് ഇത് ആവേശത്തിലങ്ങ് അടിച്ച് വിട്ടതാണ്. പടച്ചമ്പുരാനെ പെറ്റ് സ്റ്റേഷൻ നോക്കിയേ, ഇത് തീ പിടിച്ച പോലെ പോയില്ല. അബദ്ധങ്ങൾ ഓരോന്ന് വരുന്ന വഴിയുണ്ടാ. അപ്പൊ ഇതെന്താ നോക്കിയോ, അല്ല ഇനി കുറച്ച് അപ്പുറത്ത് പിടിക്കാം. ഈ പറഞ്ഞ പോലെ അല്ല, ഞാൻ വിചാരിച്ചത് മേലേക്ക് അടിച്ചോണ്ടാന്ന്. പിന്നെ അതേപോലെ തന്നെ അബദ്ധം ആവർത്തിച്ചിരിക്കാം. നമ്മുടെ കുതിരനെ നടത്തിക്കുന്ന സ്ഥലമാണ് കേട്ടാ. ഇതിപ്പോൾ ഏത് ഭാഗത്ത് പോയാലും പിന്നെ ഇങ്ങോട്ടേക്കേ വരുള്ളൂ. അവർ കാര്യം ചെയ്യാം, നല്ലോണം താഴത്തടിക്കാം. ഈ സംഭവം വലിക്കുക, പ്രസ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലേ? ഓക്കെ ഓക്കെ. ആ പ്രഷറിലല്ലേ? ആ ഓക്കെ. വലിച്ചതിന് ശേഷം ഓക്കെ പിന്നെ ഓക്കെ. ആ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടാ, എത്രത്തോളം ഉണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. തീർന്നല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഒരു ചെറിയ അത്രയേ ഉള്ളൂ. ഓക്കെ. എന്തായാലും പിന്നെ കണ്ടത് ഉപകാരം ആയിനോ ഇല്ലയെന്നുള്ളത് അറിയില്ല. എന്തായാലും ആർക്കെങ്കിലും ഈ പറഞ്ഞ മാതിരി കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല സംഭവം അല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നട്ടെ. എന്നാൽ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റണ്ട ഈസി ആയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം. വാ. പ്രേമിച്ച് എന്തെങ്കിലും മനസ്സിലായിനാ? ചെയ്യൂലേ? അല്ല അത് നമുക്ക് അന്ന് പറഞ്ഞു. ഇതെല്ലാം ഓർമ്മ വേണ്ട. ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓരിങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നേ പറഞ്ഞു തന്നിട്ടില്ലൂ. ചെയ്യുമ്പോൾ ഇപ്പോൾ വേണ്ടിട്ടില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടല്ല ആകുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോന്നിനെ കാണിച്ചാറല്ലോ എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് ആദ്യം സ്പൈനി ടേർട്ടിലിനെ കാണിക്കാം. ഇതാണ് നമുക്കിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. ബോക്സൊക്കെ പൊളിച്ച് സ്പൈനി ടേർട്ടിൽ അങ്ങനെയുണ്ട്. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കണം. ഡിസൈൻ കണ്ട, ഫുള്ള് മുള്ളാണ് കേട്ടാ. നല്ല മൂർച്ചയുള്ള മുള്ളാണ്. നമ്മൾ ഈർച്ചവാൾ പോലില്ലേ കണ്ടാ. അതേപോലെ അതിൻ്റെ ഫ്രണ്ട് കാലിലെ കളറും കാര്യങ്ങളെല്ലാം കണ്ട. അതുപോലെ ഇതിൻ്റെ മേലെ ഇങ്ങനെ മുള്ളുണ്ടേ. ഇതാ ഇത് മലേഷ്യൻ സ്വദേശിയാണേ. അതുപോലെ ഓംനിവോറസാണ് ഇവർ. പിന്നെ വേംസ് ഇതുപോലെ ചെറിയ മാംസങ്ങളൊക്കെ കഴിക്കും. അതേപോലെ കൂടുതലായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സ്, ഇലകൾ ഇതെല്ലാം തന്നെയാണ് കേട്ടോ. എല്ലാം കഴിക്കും. നമ്മൾ തല കാണുമ്പോൾ ശരിക്കും റെഡ് ഹെഡ് സ്ലൈഡറിൻ്റെ ഒരു കട്ടുണ്ട് അല്ലേ? ഇവരുടെ ക്യാരക്ടർ അറിയില്ല, വന്നേ ഉള്ളൂ. സിംഗിൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? ഇഷ്ടമാ? നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ വെച്ച് ഇവൻ്റെ സൈസ് മനസ്സിലാവും. ഇത് സൈഡിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും റെഡ് ഹെഡ് സ്ലൈഡറിൻ്റെ ഒരു കട്ടൻ ഉണ്ട് കേട്ടോ, ഈ തലഭാഗം മാത്രം കാണുമ്പോൾ. അതുപോലെ നമ്മുടെ സൽക്കട്ടനെ കാണിക്കാം. സൽക്കട്ടൻ നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാ? കൊണ്ടുവരുന്ന സമയത്ത് ഏതാണ്ട് ഇത്ര തന്നെ ഉള്ളൂ. ഇതാ വലുതിന് നോക്കിയേ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലൊന്ന് കൈവെക്കാം. ഇതാ വാടാ, അത്രയും വലുതായി, അടിപൊളി. അതിന് നോക്കുന്നുണ്ടേ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോക്കട്ടെ എന്താ റിയാക്ഷൻ. പിന്നെ ആമ ആയതുകൊണ്ട് എന്ത് ഫാസ്റ്റിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് പിടിക്കാമല്ലോ. സാധാരണ ആമനെ കാണുന്ന പോലെ അല്ല, എല്ലാവരും നോക്കും. സ്റ്റൈലുണ്ട് കാണുമ്പോൾ. ഈ ഒരു പ്രത്യേക രൂപമായതുകൊണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ റെഡ് ഹെഡ് സ്ലൈഡറിൻ്റെ കൂടെ ഇട്ടോക്കല്ലോ. വെള്ളത്തിൽ പോകാൻ നോക്കിയേ. വേറെ ആംഗിളിലല്ലേ തല പിടിക്കുന്നത്. അത് പേടിച്ചിട്ട് അകത്തോട്ട് പോയി. അല്ല ഇവർ സാധാരണ ഇവർ പിടിക്കുന്ന പോലെ അല്ലേ, പ്രത്യേക ഒരു അല്ലാണ്ട് റബ്ബേ പണിയാവോ. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാലങ്ങാണ്ട് കടിച്ചില്ലെങ്കിൽ കയ്യില.
കടിച്ചിട്ടുണ്ടെങ്കിൽ കാലം കണ്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിടൂല, നല്ല കടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ ഒന്നിനെ കൊണ്ടുവന്നിട്ട് കൊലക്ക് കൊടുത്ത പോലെ ഇപ്പോൾ എന്താ സാധാരണ ഇങ്ങനെ കുറച്ചിങ്ങനെ പുറത്തോട്ടുണ്ടായിരുന്നു, ഇതല്ലാണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ ഇതിപ്പോൾ അത്ര പുറത്തേക്ക് എടുത്തിട്ടില്ല. നേരത്തെ കണ്ടില്ല, നേരത്തെ നിങ്ങളെല്ലാവർക്കും ശ്രദ്ധിച്ചതെന്നറിയില്ല. ഇല്ല പോട്ട് മോനെ വാ, നമുക്ക് ഇങ്ങനെ സ്ട്രെസ്സാക്കുന്നില്ല, നമുക്ക് നിങ്ങളെ പുതിയ കൂട്ടിലേക്ക് കൊണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമായിനാ? അടിപൊളിയല്ലേ? ഓക്കെ, എടുക്ക്. തൽക്കാലം ഇതിൽ തന്നെ നിൽക്ക്, ഇപ്പം എടുക്കുക കേട്ടോ. ഇവരെല്ലാം ഒന്ന് കാണിക്കട്ടെ. ഇനിയാണ് നമ്മളെ മെയിനായിട്ടുള്ള സാധനം വരുന്നത്. നമുക്ക് പാർസലായിട്ട് വന്നാട്ടോ ഇത്. എവിടെ 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 നോക്കണേ, സൂക്ഷിച്ച് നോക്കണേ, എന്നാലേ കാണൂ കേട്ടോ. എവിടെ? അതാ ഒന്നുമില്ലേ? ആരെയും കാണുന്നുണ്ടോ? നോക്കിയേ. എടാ എന്ത് സംഭവം? പറ്റിച്ചല്ല, ഇതിൻ്റെ മേലെയുള്ള ടോപ്പിനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഇതാണ് ആൽബിനോ സ്നൈൽസ്. സ്നൈലിൻ്റെ ഒരു പ്രത്യേകത അറിയാം നിങ്ങൾക്ക്? നമുക്കിപ്പോൾ ഇതിൻ്റെ 2 കൊമ്പ് ഉണ്ടോ? ഇപ്പോൾ സാധാരണ നമുക്കിപ്പോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് മാത്രം അത് താഴ്ത്തു കേട്ടോ. ഫോക്കസ് അല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിനെ തൊടുന്നേ, ഇവിടെ തൊടുമ്പോൾ ഇത് മാത്രം താണു പോകും കേട്ടാ, ഒന്ന് മാത്രം പോയി. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ആകും പോവും കേട്ടാ. സംഭവം ഒരു കൗതുകമല്ലേ? ഇത് അടുത്തതിനെ കാണിച്ചു തരാം. ഇതാ ജസ്റ്റ് ഓക്കെ, അതിതാ പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇത് പിന്നെ ആൽബിനോ സ്നൈലാണ്, ആഫ്രിക്കൻ സ്വദേശിയാണ്. ഇങ്ങനെ പോകാൻ ഇത് വലുതാവട്ടാ, നല്ല സൈസാവും. ഇവർ ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്ന ഇലകളും അതുപോലെ ചെറിയ പിന്നെ വേംസൊക്കെ കഴിക്കും. ഇഷ്ടമാണ്, എന്തെല്ലാം ഭ്രാന്ത് എന്നാണ് ഇത് കാണുന്ന കുറേ ആളും വിചാരിക്കും. ഇനി നമ്മൾ എൻക്ലോഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ എൻക്ലോഷറിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് നമ്മൾ സ്നൈലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത എൻക്ലോഷർ. നമുക്ക് ഇതും കൂടി ഇതിൻ്റെ തന്നെ ഇട്ട് കൊടുത്തേക്കാം. ഒരാളെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരാൾ കയറി വന്നിട്ടാണെന്നുണ്ട്. എന്താന്ന് ഇതുണ്ടാ? നമ്മൾ കയ്യിൽ വന്ന് കൊത്തി കളിക്കുന്ന നോക്കിയേ. ഇത് സാധാ നമ്മുടെ മാടപ്രാവിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇങ്ങനെ ഫുഡിന് വേണ്ടി വരുന്നുണ്ടോ? നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൈ കാണുമ്പോൾ വരുന്നത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ 2 കുട്ടികൾ നമ്മൾ വിളിച്ചിട്ട് പോയി എടുത്താണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അമ്മ ഫുഡ് കൊടുക്കുന്ന കാണലുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ അന്നേരം അത്ര 5 ദിവസം 6 ദിവസം കണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ പാരൻസ് വരാണ്ടായപ്പോൾ അവർക്ക് ബേജാറായിട്ട് അവർ നമ്മൾ വിളിച്ചു. അപ്പോൾ നോക്കുമ്പോഴേക്കും അവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടാവും പാരൻസിന്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടുവന്ന കുട്ടികളാണ്. അന്നേരം ചെറിയ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ വളർന്ന് നല്ല വലുതായി. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ മനുഷ്യന്മാരായിട്ട് മാത്രമാണ് കണക്ഷൻ. അല്ലെങ്കിൽ മാടപ്രാവിൻ്റെ സ്വഭാവം അറിയില്ല, നമ്മൾ കാണുമ്പോൾ തന്നെ ഓടിപ്പോവും. അപ്പോൾ ഞാൻ ഈ നമ്മളെങ്ങനെ ഫീഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 2 ആളുണ്ട് കേട്ടോ, ഒരാൾ താഴെ ഉണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഉണ്ടാ സ്നേഹം കണ്ടാ? മാടപ്രാവിനെ നമുക്കിങ്ങനെ ഇണക്കി വളർത്താം. മാടപ്രാവ് ഇങ്ങനെ കയ്യിൽ നിൽക്കുന്ന നമ്മൾ പണ്ട് ഞാൻ ഇതേപോലെ പിന്നെ നമ്മൾ പ്രാവിനെ വളർത്തുന്ന സമയത്ത് എനിക്ക് ഒരെണ്ണത്തിനെ കിട്ടിയിട്ട് ഇതുപോലെ വളർത്തിയിട്ട് നമ്മളവിടെ മെരുങ്ങിയിട്ട് കുറേ നാളുണ്ടായി. അതിൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് തട്ടിയേക്കാം. നമ്മുടെ സ്നെയിലിൻ്റെ എൻക്ലോഷറിൽ കുറച്ചും കൂടി കോക്കോപ്പീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് അതിൻ്റെ ഫുഡാണ് ജസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്നെയിലിനെ പുതിയ എൻക്ലോഷറിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ നീടെ നിൽക്കുക കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പം എനിക്ക് ഫുഡ് ഇപ്പം തരാം. അതിന് കാലിനിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ എൻക്ലോഷർ. ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി ഇറങ്ങുവേ. ഫുഡ് നമുക്കിങ്ങനെ നിർത്തി ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ എൻക്ലോഷർ സെറ്റ് നമ്മൾ ആമനെയും കൂടി അപ്പുറത്ത് ആമൻ്റെ കൂട്ടിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം. ഇവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം അല്ലേ? കുറേ നാൾ ഇതിങ്ങനെ മെരുങ്ങിക്കഴിഞ്ഞ് എടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മേലൊക്കെ നമ്മൾ മാടപ്രാവ് കുറേ കൂട്ടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മുട്ടയിട്ട് വിരിക്കലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന്. നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ കടലയും മറ്റേ ചെറുപയറിലും വെള്ളത്തിലിട്ട് ഗോതമ്പല് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയേ.
അപ്പോൾ ഇത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാന്യങ്ങൾ പൊടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഹാൻഡ് ഫീഡാണ് കേട്ടോ. ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതാ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതന്നെ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ ഈ ചെറുതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അവൻ്റെ ക്രോപ്പിലൊരു ചെറിയൊരു ഒരു ഇറച്ചി ഇങ്ങനെ കട്ടിയ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിങ്ങനെ പിടിക്കുക. പ്രാവിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് ഇതന്നെയല്ലേ പരിപാടി അല്ല ഫുള്ള് കയറി, എന്നാലും മതിയാവില്ല. അടുക്കട നിൻ്റെ അനിയനും കൊടുക്കട്ടാ. പിന്നെ ഈ ക്രോപ്പിൽ ചെറിയൊരു തടിപ്പുണ്ട്, അതുകൊണ്ട് ശരിക്കും കയറില്ല. കുറച്ച് സ്ലോലി ഇങ്ങനെ നോക്കിയിട്ട് കൊടുക്കണം. മറ്റേൻ്റെ മാതിരി ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. ഉണ്ടാ അതിന് മെല്ലെ കൊടുക്കാൻ കഴിയും. ഇത് ഓക്കെയാണ്. അത് ചിലപ്പോൾ സർജറിയെല്ലാം ചെയ്തിട്ട് ശരിയാൽ ചിലപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ ശരിയാവും. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇതുണ്ട്, ഇത് ഈസി ആയിട്ട് പോകണ്ട, ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കടലെല്ലാം കൊടുക്കുന്നതുകൊണ്ട് അത് ഈസി ആയിട്ട് പോകുന്നുണ്ട്. അതങ്ങനെ ആയി കിട്ടിക്കോളും, കുഴപ്പമില്ല. നമ്മൾ കാണുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടാ. സെറ്റായി, നിറഞ്ഞില്ലേ? വയറ് നിറഞ്ഞ്. 3 നേരം ഫീഡ്. ആദ്യം ചെറിയതില്ല 5 നേരമൊക്കെ ഫീഡ് ചെയ്യും, 5-6 നേരമൊക്കെ കൊടുക്കും. ഇപ്പം 3 നേരം മതി. നല്ല ക്രോപ്പെല്ലാം ഫില്ലാക്കി വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ മിസറിനോടൊപ്പം ഓക്കെ, ജാബി പെറ്റ് സ്റ്റേഷൻ.